ശ്രീ മഹേഷ് പണിക്കർ നോക്കൂ, ഇപ്പൊ ഈ ജയറാം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പെട്ടുപോയി എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. ഇത് ഒറ്റ ദിവസമാണ് എന്ന നിലയ്ക്കാണ്, അതായത് അവിടെ എത്തിച്ച് നടത്തിയ പൂജകൾ ഒറ്റ ദിവസമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം മൊഴി നൽകിയത്. പക്ഷെ അങ്ങനെയല്ല, അത് 2 ദിവസങ്ങളായി, സെപ്റ്റംബറിലും ജൂണിലും മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്നതാണ് എന്ന് പിന്നീട് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസപരമായ ചൂഷണത്തിൽ പങ്കാളിയായി എന്നൊരു ഗുരുതരമായ സാഹചര്യം ഉടലെടുത്തതിനെ തുടർന്നാണ് രണ്ടാമതും ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഈ ഭണ്ഡാരിയുടെയൊക്കെ സ്മാർട്ട് ക്രിയേഷനിൽ ചെന്ന് അവിടെ ഈ കട്ട്ളയുടെ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ പോവുകയായിരുന്നു. പോകുന്ന വഴിയാണ് എൻ്റെ വീട്, അങ്ങോട്ടൊന്ന് കയറ്റാമോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ ഒരു നാരങ്ങാവെള്ളം കുടിക്കുന്ന പോലെ ഒരു 15 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്ത് അവർ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് 2-3 മാസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതൊരു ശുദ്ധമായ നുണയാണ്, അത് ഉറപ്പാണ്. മാത്രമല്ല, ഇദ്ദേഹം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കവറപ്പ് ചെയ്യാനായിട്ട് ആദ്യം ധാരാളം ശ്രമിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് 200 രൂപ കൊടുത്തോളൂ, അദ്ദേഹം വളരെ മാന്യനാണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള പറഞ്ഞിട്ട് അപ്പം അതൊരു ഈ ഒരു സംഭവത്തിനെ മറയ്ക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി, അല്ലെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ വിശ്വാസിയാന്നുള്ള ഒരു ആ ക്രെഡിബിലിറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടെ ചാർത്തി കൊടുക്കാനായിട്ട് അദ്ദേഹം ധാരാളം ശ്രമിച്ചതാണ്. അപ്പം അതാണ് പിന്നീട് അബദ്ധമാകുകയും പിന്നീട് നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ചപ്പോഴും മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലോട്ട് എത്താൻ, അവിടെ പോലും എത്താൻ പറ്റാതായി പോയതൊക്കെ അങ്ങനെ പൊതുസമൂഹത്തിൽ കുറേ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം SIT ചോദ്യം ചെയ്തതും. ആ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കത്തക്കതുമാണ്. കാര്യം അതിൻ്റെയൊക്കെ ഉത്തരം പറയാനുള്ള ബാധ്യസ്ഥത ഇവർക്കൊക്കെ ഉണ്ട്. കാര്യം ഈ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ തൊണ്ടി മുതൽ ഒരു പ്രൈവറ്റ് ഒരാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വീട്ടിലത്തെ അവിടോട്ടല്ലേ അന്വേഷണത്തിന് ആദ്യം പോകേണ്ടതല്ലേ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ തൊണ്ടി മുതൽ പോയിരിക്കുന്നത്, ഇവൻ എവിടെയൊക്കെ അവനെ കൂടെ ഉൾപ്പെടെ എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പം അതാണ് അവിടെ മുടക്കം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം അന്വേഷണം ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കിട്ടണം, അങ്ങനെ തന്നെ ആ തൊണ്ടി തന്നെ തിരിച്ചെടുത്ത് അത് തന്നെ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കണ്ടെത്തി തിരിച്ചു വരണം. കാര്യം ഇത് ഒരിക്കലും ഇതിനകത്ത് സ്വർണ്ണം ഊറ്റിയതല്ല, ഈ സാധനം പാളി അതുപോലെ വിറ്റിരിക്കുന്നതാണ്, അതിന് ഒറ്റയ്ക്കാണോ മുറിച്ച് പലർക്കാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് അറിയാനുള്ളത്. എന്തായാലും ഗൂഢാലോചനയുണ്ട്, ഈ അകത്ത് കിടക്കുന്നവരുമുണ്ട്, ഇനി കലാകാലങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ജാമ്യം എടുത്ത് പുറത്തു വരുന്നവരുമുണ്ട്. ഇനി ഇതിലൊന്നും കാണാതെ നമ്മുടെ ഈ ചാനൽ ചർച്ചയൊക്കെ കണ്ടുകൊണ്ട് ഈ ധാരപാലികളെയൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, സിനിമാക്കാരോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവസായികളോ ഒക്കെ. അപ്പം ഇവരെല്ലാം കൂടെ ഈ ഒരു ഈ അകത്ത് കിടക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അവരുടെ മൊഴി, അവരുടെ ഇച്ചൂടൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് അവരുടെ ആ മൊഴി ഇപ്പം അകത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരൊക്കെ ഇറങ്ങാൻ പോകല്ലേ, അതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു വട്ടം കൂടെയൊക്കെ ഇവരെയൊക്കെ ഒന്ന് വെച്ച് മൊഴിയുടെ വൈരുദ്ധ്യവും കാര്യവും ഒരുമിച്ച് വെച്ച് ചോദ്യം ചെയ്യലെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ ചാനലൊക്കെ കേൾക്കുന്നതാണ്, ഇവർ ഒരുമിച്ച് ചോദ്യം പോകും, തന്ത്രിയെ വെച്ചിട്ട് ഒരുമിച്ച് ചോദ്യം പോകുന്നു. അതുപോലെ തന്നെ ഈ ശബരിമല ഇപ്പം നിൽക്കുന്ന തന്ത്രി അദ്ദേഹമാണ് പല സ്ഥലങ്ങളിലും പോയി പൂജ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി പൂജ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം ആ വീടുകളൊക്കെ കറക്റ്റ് അദ്ദേഹത്തിന് അറിയാം, ഇന്നാരുടെ വീട്ടിലാണ് ഇന്നാരുടെ വീട്ടിലാണെന്ന് അറിയാം. ആ വീടുകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചത് എവിടെ ഇങ്ങനെ ഒരു സ്ഥാനം വന്നിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ, ഇനി തന്ത്രി ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെ ജയറാമിൻ്റെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ മൊഴി എടുക്കണ്ടേ, ജയറാമിൻ്റെ മൊഴിയല്ലല്ലോ, അവിടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ്, ആ VVIPസിനടുത്തൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ. കാര്യം ഇവരൊക്കെ ഈ വിശ്വാസപരമായിട്ട് വന്നിരിക്കുന്നവരൊന്നും ഇതൊരു മോഷണം മുതലാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണെന്നോ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അത് തീർച്ചയാണ്. കാര്യം അവരെ ആ വിശ്വാസത്തിൻ്റെ വാല്യൂ വരണമെങ്കിൽ തന്നെ അവരെ ആ വിശ്വാസത്തിൻ്റെ ഇത് വെച്ചിട്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൽ ആരൊക്കെയാണ് അതിൻ്റെ ഭാഗമാക്കുക, ആരൊക്കെയാണ് അതിൻ്റെ ധനം കൈപ്പറ്റിയിരിക്കുന്നത്, ആരുടെയിലൊക്കെയാണ് പോയിരിക്കുന്നത്, ആ ഒരു രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ രീതിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നമ്മളൊട്ടും സമയമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരാഴ്ചയോടൊക്കെ സമയമുണ്ട്. അപ്പം ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് തീർച്ചയായിട്ടും ഫ്രെയിം ചെയ്ത് അവർക്ക് കയറ്റാൻ പറ്റും. അയ്യപ്പരായനെ അവരെ അനുവദിക്കും. ഇവരിൽ പലരും സർക്കാരിന്റെ ജീവനക്കാർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പ്രോസിക്യൂഷൻ സർക്കാരിനോട് തേടേണ്ടതുണ്ട്, അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപാകെ. അതുപോലും തേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചക്കുള്ളിലൊന്നും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം.